വചനം കേട്ട് വെറുതെ ഇരിക്കുന്നവർക്ക് ജീവിതം മാറില്ല. വചനം കേട്ട് ഏറ്റെടുക്കുന്നവർക്ക് ജീവിതം മാറും. വചനം കേൾക്കുമ്പോൾ തന്നെ ഏറ്റെടുക്കണം. എനിക്കത് വേണം, ഞാൻ ഇസ്രായേലാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, എനിക്കത് വേണം എന്ന് അതിനെ ജീവിതത്തിൽ ഏറ്റെടുത്തേക്കണം. ജീവിതം മാറും. ഹല്ലേലൂയ. നമ്മൾ മടിയന്മാരാകാതിരിക്കാൻ കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും ശല്യമായിരിക്കരുത്, ആർക്കും ഉപദ്രവമായിരിക്കരുത്. കോപ്പറേഷൻ ഉണ്ടാകണം, സഹകരണം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏതെങ്കിലും സർവീസ് കൊടുക്കുന്നവരാണെങ്കിൽ, ഒരു തൊഴിൽ നടത്തുന്നവരാണെങ്കിൽ, ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ, ജോലി ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഏരിയാസിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റോടുകൂടെ ചെയ്യുവാൻ, അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുവാൻ, ഡാമേജസ് ഇല്ലാതെ ചെയ്യുവാൻ, ശ്രദ്ധയോടുകൂടെ ചെയ്യുവാനുള്ള ഒരു പ്രത്യേക മൈൻഡ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. മടി വേണ്ട. മടി നമ്മെ നശിപ്പിക്കും. നമ്മുടെ സമ്പത്തിനെ നശിപ്പിക്കും, ആരോഗ്യത്തെ നശിപ്പിക്കും, ജീവിതത്തെ നശിപ്പിക്കും, ദൈവകൃപയെ അതില്ലാതാക്കും. പരിശുദ്ധാത്മാവിനെ മടിയന്മാർക്ക് വഹിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, മടിയനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവിന്റെ കൂടെ സഞ്ചരിപ്പാൻ, പരിശുദ്ധാത്മാവിനെ ചുമന്നു കൊണ്ടുപോകുവാൻ പറ്റില്ല. ആ അഭിഷേകം നിങ്ങളെ വിട്ട് പോകും. ആ ദൈവ സാന്നിധ്യം നിങ്ങളെ വിട്ട് മാറിപ്പോകും. മടിയനിൽ അഭിഷേകം വസിക്കില്ല, മടിയനിൽ പരിശുദ്ധാത്മാവ് വസിക്കില്ല, മടിയനിൽ ദൈവ സാന്നിധ്യം വസിക്കില്ല. ദൈവ സാന്നിധ്യം വസിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റീസ് വേണം.